ഹലോ, എല്ലാവർക്കും മറ്റൊരു ദിവസത്തേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മണാലിയിലുള്ളത് ഡുംഗ്രി എന്ന സ്ഥലത്താണ്. മണാലിയിൽ ഇതണ്ട ആപ്പിൾ, നിറച്ചു ആപ്പിൾ തോട്ടമാണ് ഇവിടെ കംപ്ലീറ്റ്. പിന്നെ ബഡീസ് ഫ്രം മലപ്പുറം. പേര് പറ. അഷ്ഫാഖ് സാലി. നമ്മുടെ ബാബുക്കാടെ വീടിൻ്റെ അടുത്തുള്ള വശിഷ്ഠിൻ്റെ അടുത്താണ് താമസം. ചിലപ്പം ബാബുക്കാനെ ഒന്ന് പോയി കാണണം, പിന്നെ ഈ ഏരിയാസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ എവിടത്തേക്കാ? കസോറിലേക്ക്, മലാന. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇല കാണിച്ചിരുന്നു. സച്ച് പാസിന്റെ മുന്നത്തെ വീഡിയോ ഉണ്ട്. അതെന്താണ് പലരോടും ചോദിച്ചിരുന്നു, ചിലർ കമന്റ് ചെയ്തിട്ടുണ്ട്. കിടു അടിപൊളി, ഇത് സൂപ്പർ സാധനം കിടു. ഇവിടുത്തെ മരങ്ങളിലുണ്ടാവണ എന്താ പറയാ, ഒരു പ്രത്യേകതരം മഷ്റൂം കഴിക്കാൻ അടിപൊളിയാ. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ റൈസ് മഷ്റൂം ഇല്ല, നാട്ടിൽ പൊതുവെ ഇടിവെട്ടിട്ടുണ്ടാവുന്ന ആ ടൈപ്പ്. പിന്നെ ഇത് കുറച്ച് പോയിസണും കാര്യങ്ങളൊക്കെ വരുന്നത്, ഇതിന്റെ മുകളിൽ മാത്രം കട്ട് ചെയ്തിട്ട് വെച്ചുണ്ടാക്കണതും വേറെ ടേസ്റ്റ്. എല്ലാം പല പല ടേസ്റ്റ് മഷ്റൂംസ്, അതൊക്കെ അവിടെ ജംഗിളിൽ കിട്ടുന്ന. ഇയാളെ കാടും മലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടാക്കുന്ന. ഇതിനെ കൂടെ എന്താ പ്ലാന്? ഇത് നല്ല മുളകും എന്താ ചീരവർഗി കൊണ്ടുവന്നുണ്ട് നാട്ടിലത്തെ, അതൊക്കെ ഇട്ട് നല്ല എരിട്ട് വെക്കും. പിന്നെ കറി വെക്കാൻ പറ്റത്? കറിയും വെക്കണ്ട, ഓരോ പ്രാവശ്യം പിന്നെ ഓരോ ടൈപ്പ് വെക്കല്. എല്ലാം അടിപൊളിയാ മഷ്. ഇതാണ് ഞാൻ ഇന്നലെ താമസിച്ച ഹോം സ്റ്റേ. ഇതാണ് ഇവിടുത്തെ വാഷ്റൂമും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഈ വീട്ടിൽ നിന്ന് ഓണറിൻ്റെയാണ്. പിന്നെ ഇതാണ് നമ്മളുടെ അസ്ലംകാടെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്. നേരെ നിൽക്കണോ? ആഹാ, ഇതാണ് ആപ്പിള്. കളർ നോക്കണ്ട, അടിപൊളി. പേര് പറഞ്ഞു. നാച്ചുറൽ ആപ്പിൾസ്, മരുന്നടിക്കാത്ത നാച്ചുറൽ ആപ്പിൾസ്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? സൂപ്പറാ, അടിപൊളി. നമ്മളിപ്പം പറിച്ച ആപ്പിളാണ് ഇത്. പക്ഷേ അതുണ്ട, ഇത് ഭയങ്കര കുറച്ച് വലുതാണ്. ഇത് അത്രക്കില്ല, പക്ഷേ ഒന്നുകൂടെ ചെറുത്താണ്. ഇതും ഇതിനുണ്ട്. ഇതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യാറായതാണ്, പറിക്കാറായതാണ്. ഫുള്ള് ആപ്പിൾ തോട്ടാണ്. മിക്കവാറും എല്ലാ മരത്തിൽ നിന്ന് ആപ്പിൾ പറിച്ചു കഴിഞ്ഞു. കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇതും പറിക്കണ്ട, അവിടെ നിന്നൊക്കെ ആപ്പിൾ പറിക്കണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുന്നുണ്ട് അവർ. 2 ദിവസം കൂടി ഇതൊക്കെ കാര്യമാവും. ഉച്ചഭക്ഷണത്തിൽ ഇറങ്ങിയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ആപ്പിളാണ്. നിങ്ങൾ നേരത്തെ കണ്ട 2 ആപ്പിളേ കഴിച്ചുള്ളൂ. പിന്നെ നമ്മളിതാ ഇപ്പം ഇറങ്ങി ഒരു സമയം ഒരു 2 മണിയായി. 2 പേര് ഓരോ ചായയും ചിപ്സും. ഞാൻ ആദ്യമായിട്ടോ ഞാൻ ഈ യാത്ര തുടങ്ങിയിട്ട് ഇതുപോലത്തെ ജങ്ക് ഫുഡ് കഴിക്കുന്ന ആദ്യമായിട്ടാണ് യാത്ര തുടങ്ങിയിട്ട്. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. 100% വെജ്, ഒരു ദിവസം ചിക്കൻ, അത് വേറെ ആളുടെ വകയായിരുന്നു. ഇത് നമ്മുടെ അഖിൽ ബ്രോ, ഫ്രം എറണാകുളം. ഇച്ചിരി പ്രാന്താണ് തീയോടത്തിട്ട് വന്നത്. നമ്മുടെ നബിലാലുവിൻ്റെ ഒക്കെ ഫാൻസാണ്. നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു മണാലി തട്ടുകട എന്നിട്ട് കടയുണ്ട്. നമ്മളെ റൂം നടത്തുന്ന, നമ്മൾ താമസിക്കുന്ന റൂമിലെ ഓണർ നമ്മുടെ അസ്ലം ഭായി അവരുടെയൊക്കെ ഫ്രണ്ട്സ് കൂടി നടത്തുന്നതാണ്. പക്ഷേ അവിടെ ഫുഡ് റെഡി ആയിട്ടില്ല. 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ നടക്കാൻ ഇറങ്ങിയതാ. ഇതാണ് ഏരിയ, മൊത്തം പൈൻ മരങ്ങളാണ്. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടെ കറങ്ങും. അപ്പോൾ ഇതാണ് മണാലിയിലെ തട്ടുകട. ഇതാണ് നമ്മുടെ സൂഷെഫ് 1, സൂഷെഫ് 2, ഇന്നെന്താണ്
ഉണ്ടാക്കുന്നതാണ് നെയ്ച്ചോറും കോഴിക്കറിയും അല്ലേ? ചമ്മന്തിയും. അടിപൊളി. ഇപ്പോൾ പുറത്ത് മലയാളി ഫാമിലി ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. ഇത് നമ്മൾക്കുള്ള ഫുഡ്, നമ്മൾ റൂമിൽ പോയി കഴിക്കും. പിന്നെ ഇത് കണ്ടല്ലേ, ഇത് കാട്ടാപ്പിളോ എന്താ പറയുക? കാട്ടാപ്പിൾ. ആപ്പിളിന്റെ അതേ ടേസ്റ്റ് ആണ്, പക്ഷെ കുറച്ച് പുളിപ്പുണ്ടെന്നുള്ളൂ. കുരുവൊക്കെ ഏതാണ്ട് ആപ്പിളിനെ പോലെ തന്നെ. വേണ്ട, ഉള്ളു ആപ്പിളിനെ പോലെ തന്നെ ഉണ്ട്, കുരു ആപ്പിളിനെ പോലെ തന്നെ. കെടു. പ്രത്യേകിച്ച് റൈഡർമാര് കേരളം വിട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത് റൊട്ടിയും പരിപ്പും അറിയാം മെയിനായിട്ട്. നാക്ക് രുചിയുള്ള സാധനം വേണം. ഇതേ ഇങ്ങോട്ടൊക്കെ പോകുന്നോടി, അതിൽ നമ്മൾ ഞാൻ താഴെ ഇടും, നിങ്ങള് വിളിച്ചാൽ മതി അല്ല. വൈദ്യുതി പേരെന്താണ്? ഇത് നമ്മള് അറിയാലോ. ഇതാണ് നമ്മളുടെ മണാലിയിലെ തട്ടുകടയിലെ ഫുഡ്. നെയ്ച്ചോറും കോഴിക്കറിയും പിന്നെ ചമ്മന്തിയും. ഫുഡിന്റെ റിവ്യൂ തരാൻ നമ്മുടെ കൊച്ചി ബ്രോസ്. പറയൂ റിവ്യൂസ്. ഒരു സഞ്ചാരി നേരിടേണ്ട പല പ്രശ്നങ്ങളിലൊന്നും ഇത്. എന്താ പറ്റിയടാ? പഞ്ചർ കിറ്റ് എന്താ ഇവിടെ ഒരു ആണി കറിക്കുണ്ട്. ഇനി ആണി വലിച്ചൂരി ഈ പഞ്ചർ കിറ്റ് വെച്ചിട്ട് തിരിച്ചടക്കണം. അല്ല, പുതിയ ടയറല്ലേ ഇത്? അങ്ങനെ ഞങ്ങളുടെ മനാലിയിലെ ഫസ്റ്റ് വിസിറ്റാണ് ഹിഡിംബാൻ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് സ്ഥലം. ഇവിടെ ഈ ടെമ്പിളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ ഇത് ഉണ്ടാക്കി വെക്കണത് രാജാ ബഹദൂർ സിംഗ് എന്നൊരു രാജാവ് ഉണ്ടാക്കി. അദ്ദേഹം 1553 ഉണ്ടാക്കി. ഏതാണ്ട് 500 വർഷം പഴക്കമുണ്ട് ഇതിന്. ഇതിൻ്റെ മതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അത്രയും പഴക്കമുണ്ട് ഡിസൈനും. പിന്നെ മതിൽ ചളിയൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ മതിലല്ലേ? ചളി. പിന്നെ അതിന് മാൻകൊമ്പ് തോന്നുന്നു അല്ല? മറ്റേ മാൻകൊമ്പ്. പിന്നെ ഈ ഭാഗത്തെ കാണുന്നത് ഇവിടുത്തെ ലോക്കലായിട്ട് കാണുന്ന ആടിൻ്റെ മാലിയും അതേപോലത്തെ കൊമ്പുകളൊക്കെ വെച്ച് തലയൊത്തൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഭയങ്കര നൈസൊരു ഫീൽ ആട്ടോ. ഫുള്ള് ഈ പൈൻ വാലിയാണ്, പൈൻ ട്രീസിനെ കനപ്പി. പിന്നെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഏതാണ്ടതാ ആ ഭാഗത്ത് ഒരു ചെറിയ ഫോറസ്റ്റ് ഉണ്ട്, പാർക്ക്. നമുക്ക് അങ്ങോട്ട് പോകാം, പക്ഷെ ഇപ്പോൾ അത് ക്ലോസ് ആയി. നമ്മൾ പ്രവേശന സമയം കഴിഞ്ഞുകൊണ്ട് കയറാൻ പറ്റില്ല. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഒറ്റയ്ക്കൊക്കെ നടക്കാൻ നല്ല ഫീലാണ്. പക്ഷെ ഭയങ്കര സ്ഥലം, അവിടെ ആദ്യം അങ്ങനെ പോക്കില്ല. ഞാൻ കുറച്ച് നടന്നപ്പോഴേക്കും തിരിച്ച് വരേണ്ടി വന്നു. എൻട്രൻസ് ഫീസൊക്കെ ഉണ്ട്, എത്രയാണെന്ന് അറിയില്ല. ഞാൻ ഫീസ് കൊടുക്കണമെങ്കിൽ കയറി പോയതാണ്. ഇതുണ്ടല്ലോ ഒരു ഒച്ചിൻ്റെ സൈസ് കണ്ടില്ലേ? ഇതുണ്ട എൻ്റെ ഒരു വിരലിനെക്കാട്ട് നീളമുണ്ട് ഇതിന്. നല്ല തടിയും വണ്ണോ.
എൻ്റെ പൊന്നോ. ഭയങ്കര ഗ്ലോ പെയിന്റ് അങ്ങനത്തെ ഉപയോഗിച്ച് ചെയ്തതാണ് പെയിന്റിങ്സ് ആണ്. ടീഷർട്ട്സ് ഉണ്ട്, പിന്നെ കീ ചെയിൻസ്, പിന്നെ അല്ലാണ്ട് കുറച്ച് തൂക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓൾഡ് മനാലി കേട്ടോ ലൊക്കേഷൻ, മൊത്തം ഓൾഡ് മനാലി. നമ്മളിപ്പോ ഈ കടയിൽ കയറി മേടിച്ചാണ്. എന്താ പേര്, മങ്കി എങ്ങനെയാണ് പേരല്ലേ, മങ്കി എന്നല്ലേ, പോലത്തെ സാധനം. ജസ്റ്റ് അത്രേ ഉള്ളൂ, സിമ്പിളാണ്. തുണി കണ്ട ഇതിലെ കൂടി കൈയെടുക്ക, പോക്കറ്റ്. ഇത് ഒന്നിന് വില ഒരു 400 റുപ്യ, ഞാൻ വാങ്ങിയതിന് 300. നമ്മുടെ ഗൈഡൊന്നല്ല, ഇവിടെ ഒന്ന് പരിചയപ്പെട്ട ചങ്കാണ്. ഇതാണ് കട. ഞാൻ എടുത്തതാണ്. തൊപ്പിയുണ്ട്, ചെറിയൊരു പോക്കറ്റ് സാധനം ഇടാൻ പറ്റുന്നില്ല. ജസ്റ്റ് തണുപ്പിന് നല്ല സുഖമുണ്ട്. എൻ്റെ ഡിസൈൻ ഒന്നുമില്ല, അപ്പോൾ ഇതിന് 300 റുപ്യ ഉള്ളൂ. അവരൊക്കെ എടുത്തതിന് ഇതുണ്ടാ, ഇതിനൊക്കെ 400 റുപ്യ മുകളിലുണ്ട്. ഈ സാധനമാണ് കണ്ടാ പുതപ്പോലെ ഇരിക്കും, പക്ഷേ സ്വെറ്റർ പോലത്തെ സംഭവം. മങ്കീന അതിൻ്റെ പേര്. എല്ലാവരും നമ്മൾക്ക് വേണ്ടത് പെട്ടെന്ന് എടുത്തു, പക്ഷെ ഒരാൾക്ക് മാത്രം പിടിക്കുന്നില്ല അല്ലേ. ഇത് എത്രാമത്തെ ആടാ? ബാക്കിലൊരു ചെറിയൊരു വാല് പോലത്തെ സാധനം.